ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഏഷ്യ കപ്പുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത മാസമാണ് ഏഷ്യ കപ്പ്. ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴിതാ ഏഷ്യ കപ്പിൽ ഇന്ത്യക്ക് പുതിയൊരു ക്യാപ്റ്റൻ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ സൂര്യകുമാറാണ്. സൂര്യയുടെ ക്യാപ്റ്റൻസി തെറിച്ചേക്കുമെന്ന റിപ്പോർട്ടാണ് വരുന്നത്. ഇന്ത്യ വീണ്ടും എല്ലാ ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റനെ വയ്ക്കാൻ പോവുകയാണ്. നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ശുഭ്മാൻ ഗില്ലാണ് ക്യാപ്റ്റൻ. അതുപോലെ T20 ക്രിക്കറ്റിൽ ഗില്ലിനെ തന്നെ ക്യാപ്റ്റൻ ആക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും ശുഭ്മാൻ ഗില്ല് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് രോഹിതിന് ശേഷം ഇന്ത്യയുടെ 3 ഫോർമാറ്റിലും ഒരു ക്യാപ്റ്റൻ മതിയെന്ന തീരുമാനമാണ് BCCI എടുത്തിരിക്കുന്നത്. ഏഷ്യ കപ്പിൽ ഹാർദിക് പാണ്ഡ്യ അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ല് ക്യാപ്റ്റൻ ആകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. T20 ക്രിക്കറ്റിൽ സൂര്യകുമാർ ക്യാപ്റ്റൻസിൽ നിന്ന് മാറിയാൽ അത് സഞ്ജുവിനെ ദോഷം ചെയ്യും. സൂര്യയും ഗംഭീറും കൂടി നല്ല സപ്പോർട്ടാണ് സഞ്ജുവിന് കൊടുക്കുന്നത്. പാണ്ഡ്യയുടെ ഭാഗത്ത് നിന്ന് ആ സപ്പോർട്ട് സഞ്ജുവിന് ഉണ്ടായിരിക്കില്ല. അടുത്തൊരു അപ്ഡേറ്റ് IPL ട്രേഡുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ IPL എല്ലാവരും ഉറ്റുനോക്കുന്ന ട്രേഡ് സഞ്ജുവിൻ്റെതാണ്. സഞ്ജു ഏത് ടീമിലേക്ക് പോകുമെന്നാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പോഴിതാ രാജസ്ഥാൻ മാനേജ്മെന്റ് CSKയുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ സഞ്ജുവിനെ വിട്ടുകൊടുക്കാൻ ഒരുക്കമാണ്. പകരം അവർ ചോദിച്ചിരിക്കുന്നത് ജഡേജ, ഗെയ്ക്വാദ്, ശിവൻ ദുബെ ഇവരിൽ ഒരാളെ വിട്ടുകൊടുക്കാനാണ് രാജസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജഡേജ T20യിൽ നിന്ന് വിരമിച്ചതുകൊണ്ട് ജഡേജയ്ക്ക് ഇനി CSK ടീമിൽ വലിയ മാർക്കറ്റ് ഉണ്ടായിരിക്കില്ല. ഒരുപക്ഷെ CSK ടീം ജഡേജയെ വിട്ടുകൊടുത്ത് സഞ്ജുവിനെ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. ഋതുരാജിനെ എന്തായാലും CSK വിട്ടുകൊടുക്കില്ല. ജഡേജയെ കിട്ടിയാൽ രാജസ്ഥാൻ ഹാപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം CSK ടീമിൽ ജഡേജ ഉണ്ടായിരിക്കില്ല. ജഡേജ സഞ്ജു ഡീല് നടക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. മാനേജ്മെന്റുമായി ഉണ്ടായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് സഞ്ജു രാജസ്ഥാൻ ടീം വിടാൻ ഒരുക്കമായത്. സഞ്ജു ഡയറക്റ്റായിട്ട് മാനേജ്മെന്റിനോട് തനിക്ക് ടീമിൽ നിന്ന് റിലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതലും സഞ്ജു CSK ടീമിൽ തന്നെ കളിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.